ആരും സൂക്ഷിച്ചു നോക്കണ്ട, ഉറക്കം വന്ന് കിള്ളി പോയി നിൽക്കുന്ന നിപ്പാണ് ഈ നിൽക്കുന്നത്. ആക്ച്വലി ഇതെനിക്കങ്ങ് ദുബായിൽ നിന്ന് ഒരു മാസം മുമ്പേ വന്ന ഓർഡറാണ്. നാട്ടിലുള്ള അപ്പയുടെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറിയാണ്. അത് 30-ാമത്തെ ജൂൺ 30-നാണ് വെഡിങ് ആനിവേഴ്സറി വരുന്നത്. അപ്പോൾ ചേച്ചി സർപ്രൈസ് ആയിട്ടൊരു കേക്ക് ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ ഓക്കെയും പറഞ്ഞു. കാലക്കേടെന്ന് പറയട്ടെ, ഈ കേക്ക് ചെയ്യുന്നതിൻ്റെ തലേ ദിവസം രാത്രി നല്ല തിളച്ച വെള്ളം വീണിട്ട് എൻ്റെ കൈ പൊള്ളി. എൻ്റെ വലത്ത് കൈയുടെ വിരൽ മുഴുവൻ പൊള്ളി, കൈ മുഴുവൻ നീര് വെച്ച് ആകെ വേദനയായി. എനിക്ക് ബീറ്ററൊന്നും എടുക്കാൻ മേലാത്ത അവസ്ഥയായിരുന്നു. അപ്പോഴേ ഹസ്ബൻഡ് പറഞ്ഞു, എന്നാൽ നീ അവനെ വിളിച്ച് കാര്യം പറ, കൈ വയ്യാതിരിക്കുകയാണ്, ഓർഡർ ക്യാൻസൽ ചെയ്യാമെന്ന്. പക്ഷേ എനിക്ക് ഭയങ്കര സങ്കടം അങ്ങനെ ഓർഡർ ക്യാൻസൽ ചെയ്യാൻ. അവൻ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ഇത്രയും നാൾ മുമ്പ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്തോളാം, അഡ്ജസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞു. പക്ഷേ ഈ കേക്ക് ചെയ്യുന്നതിൻ്റെ അന്ന് ഉച്ചയായപ്പോൾ അമ്മ വിളിച്ചിട്ട് പറയാം, വൈകുന്നേരം എവിടെയോ ഒരു പൂജയുണ്ട്, പോകണമെന്ന്. അങ്ങനെ അമ്മയോട് വഴക്കുണ്ടാക്കേണ്ടെന്ന് കരുതി പോയിട്ട് പെട്ടെന്ന് വരണമെന്നൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷേ തിരിച്ച് വന്ന സമയമാണ് ഈ 2:30. അത് കഴിഞ്ഞ് വന്നിട്ടാണ് കേക്ക് ഉണ്ടാക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ഉറക്കം വരാതിരിക്കുന്നത്? പിന്നെ ബട്ടർ സ്കോച്ച് 1 kg ആണ് പറഞ്ഞിരുന്നത്. പിന്നെ ആദ്യമൊക്കെ ഞാൻ ബട്ടർ സ്കോച്ചിൻ്റെ ക്രഷ് ഉപയോഗിച്ചാണ് കേക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം ഞാൻ ക്യാരമൽ സോസും പ്രളൈനും എല്ലാം വീട്ടിൽ ചെയ്തിട്ട് ഇതാണ് കൂടുതൽ ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നി. അങ്ങനെ കേക്ക് ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു 3 ചായയെങ്കിലും കുടിച്ചിട്ടുണ്ട്, കാരണം ഉറക്കം വന്നിട്ട് ഒരു രക്ഷയില്ലായിരുന്നു. പിന്നെ അതാ നമ്മുടെ കേക്കൊക്കെ അപ്പോഴത്തേക്കൊന്ന് ആറി കിട്ടി. ഞാൻ ഫില്ലിങ്സ് കൊടുക്കുന്നത് ബട്ടർ സ്കോച്ച്, നമ്മൾ ഉണ്ടാക്കിയ പ്രളയിന്, ക്യാരമൽ സോസ്, പിന്നെ വൈറ്റ് കോമ്പൗണ്ട്, അതുപോലെ നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക്. നല്ല റിച്ച് ആയിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഇതെല്ലാം കൊടുക്കുന്നത്. ഈ കേക്കെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് രാവിലെ 6:30 സമയം. പിന്നെ ഈ കേക്ക് ചെയ്യുന്നതിലും കഷ്ടപ്പാടാണ് പാത്രം കഴുകുക. അങ്ങനെ പാത്രം എല്ലാം കഴുകി കഴിഞ്ഞപ്പോഴത്തേക്ക് നേരെ നല്ലോണം വെളുത്തു. പിന്നെ കേക്കും കൂടെ കൊണ്ട് കൊടുത്തിട്ട് ഉറങ്ങാമെന്ന് വെച്ചു. അങ്ങനെ ഞാൻ ഒരുപോലെ കണ്ണടച്ചില്ല അന്ന് രാത്രി. ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. പിന്നെ കൊണ്ടുചെല്ലുന്നതിൻ്റെ വീഡിയോ എടുക്കണം. ഭയങ്കര സർപ്രൈസ്ഡ് ആയി അച്ഛനും അമ്മയും. എനിക്കും ഹാപ്പിയായി കണ്ടപ്പോഴേ. വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ ഞാൻ ഒറ്റയ്ക്ക് കൊണ്ടുപോയതുകൊണ്ടേ ഈ കേക്ക് പിടിച്ചുകൊണ്ട് വീഡിയോ എടുക്കൽ നടക്കത്തില്ലായിരുന്നു. ഒന്നാമത് കൈയും കൂടെ വയ്യാതിരിക്കുമല്ലേ. അപ്പോൾ അവർ ഹാപ്പി ആയിട്ട് കേക്കൊക്കെ മുറിച്ച് എല്ലാവർക്കും കേക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു.